കളികൾ ഇനി വേറെ ലെവലിലാണ് വരുന്നത്. ദുബായിലേക്ക് സ്വാഗതം, വന്നോളൂ. ഇവിടെയുള്ള ഏത് വിവരമില്ലാത്തവനാണ്, ഏത് പ്രവാസി വിവരമില്ലാത്തവനാണ് ഇവിടെ വിളിച്ചെന്നറിയത്തില്ല. എന്തായാലും അവന് ഒരുപാട് ബോധമുണ്ട്. ബിക്കോസ് ഒരു നല്ല നായികയല്ലേ. മഞ്ജു ചേച്ചിയെ പോലെ, ഉർവശി ചേച്ചിയെ പോലെ നാട്ടിൽ കിടന്ന് അഭിനയിക്കുമല്ലേ. അപ്പം പിന്നെ അവളുടെ അഭിനയം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇവിടെ വന്നിട്ട് മറ്റേ ഉത്സവപ്പറമ്പിൽ ഡാൻസ് കളിക്കാനാണെന്നുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ. അത് നല്ലൊരു ഡാൻസാണ്. ആ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ സ്റ്റേജ് കളിച്ചില്ലേ ഉത്സവപ്പറമ്പിൽ നാട്ടിൽ വന്നിട്ട്, ഒരു കളി ഉണ്ടായിരുന്നല്ലോ, അത് അടിപൊളി ഒരു കളിയായിരുന്നു. അത് ഒന്നൊന്നരയൊക്കെ കളിയായിരുന്നു. അപ്പോഴാണ് ഈ മനസ്സിലായി ഇവളെ ബിഗ് ബോസിനകത്ത് പിടിച്ചിട്ടുണ്ട് ആളല്ല. ഈ ട്രോമ കേസിനെയൊക്കെ എന്തിനാണ് അതിനകത്ത് പിടിച്ചു നിർത്തിയെന്നാണ്. മനുഷ്യന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒറ്റ ഒരു പോയിന്റ് മാത്രം, അത് നിങ്ങൾ ചിന്തിക്കണം. ഇവള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ആ എയർപോർട്ടിൽ ഇറങ്ങിയ സ്പോട്ടിൽ വയ്യാടാ എനിക്ക് ട്രോമയാണ്, സ്വിച്ചിട്ട് പോയിട്ട് ട്രോമയാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എയർപോർട്ടിൽ നിന്നേ തുടങ്ങിയത്. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കെട്ടിപ്പിടുത്തവും ലിപ്പടിക്കലും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഊളകൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഒരു കാർഡ് മേടിച്ചാൽ മതില്ല, വിധവാ കാർഡും തേങ്ങാക്കാർഡ്. എന്നിട്ട് ഞങ്ങൾ പാവത്തിങ്ങൾക്ക് ജീവിക്കേണ്ട. ഇവിടെ പാവത്തിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. തുണിക്കടയിൽ നിൽക്കുന്ന പെണ്ണിന് കിട്ടുന്നുണ്ട് മാസം 15,000 രൂപ, ഒരുപാട് ജോലി. അപ്പം അത് തന്നെ അവൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ള എന്ത് തൊഴിൽ വേണമെങ്കിലും സ്വീകരിക്കും. പക്ഷെ അവനെ അവൾക്ക് പറ്റിയ പണിയല്ല, മനസ്സിലായോ? അതിനകത്ത് 100% അവള് ബിഗ് സീറോ ആണ്. എന്നുവെച്ചാൽ ഈ തൂറ മുട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഫേസിൽ എപ്പോഴും. അല്ലാതെ എന്താണ് എക്സ്പ്രഷൻ വരുന്നത്? ഇതൊക്കെ ഒരു കല. അല്ലെങ്കിൽ അവൾ പഠിച്ചിട്ട് വരട്ടെ, പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അഭിനയം പഠിച്ചിട്ട് വന്ന് ചെയ്യട്ടെ. ആരും ഒന്നും പറയത്തില്ല. നല്ല അഭിനയമാണെങ്കിൽ ആരെന്തെങ്കിലും പറയാൻ. അവിടെ നിന്ന് ഇറങ്ങി വന്നു വെച്ചാൽ അവിടെ എവിടെയും കുറച്ച് കളറും ചെയ്ത് കുറച്ച് പുട്ടി അടിച്ച്, അതും ഇവളുടെ കൂടെ ആൽബത്തിൽ ചെയ്യുന്നതുകൊണ്ട് അവന്റെ ആൽബത്തിന്റെ കൈലി വരെ കീറിയ കൈലി. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ആരെങ്കിലും? ഇതേപോലെ ദാരിദ്ര്യം പിടിച്ചവന്മാർ അവന്മാർക്കറിയാം. ഇത് ചെറിയ ചെറിയ ബൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ കുറെ ആൾക്കാർ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യും, ട്രോളും, ഇവള് റീച്ച് ആവും. ഈ രേണുസുതിയൊക്കെ ജീവിച്ചു പോകുന്ന തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന നെഗറ്റീവ്സ് അടിച്ച്. അല്ലാതെ ഇവൾക്ക് പോസിറ്റീവ് അടിക്കാനാണെങ്കിൽ ഇവളുടെ വീഡിയോ ആരെങ്കിലും കാണോ? ഏതെങ്കിലും മനുഷ്യന്മാരായാലും കാണോ? ഒരു ഇന്നലെ പറ്റിയ ഒരു കൊച്ചിനെ പിടിച്ചിരുത്തി കാണിക്കാൻ പറ്റത്തില്ല. അറിയാവുന്ന കൊച്ചാണെങ്കിൽ അത് അപ്പോഴേ എണീറ്റ് പോകും. അതാണ് ഇവളുടെ നിലവാരം വീഡിയോയുടെ. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ. പിന്നെ കുറെ ആൾക്കാർ പറയാം നിനക്ക് വേറെ പണിയില്ല ഇവളുടെ പുറകെ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ കണ്ടുവെച്ച് നമ്മൾ ഗാന്ധിജി ആവാനോ അല്ലെങ്കിൽ നമുക്കിത് അങ്ങനെ നടക്കുന്ന പരിപാടിയല്ല. ഞാൻ എൻ്റെ ഒരു ജോബ് റിയാക്ഷൻസ് വീഡിയോസ്, ട്രോൾസ് വീഡിയോ ഞാനത് സംസാരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ അവർക്ക് കൊണ്ടുവന്ന് ഇമാതിരി അപരാധ വീഡിയോസ് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. അതിനകത്ത് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല. എൻ്റെ പ്രൊഫൈല് എനിക്ക് ഇഷ്ടമുള്ള ഇടും, അവർക്ക് ഇഷ്ടമുള്ള ഇടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് പറയാം, റിയാക്ട് ചെയ്യുന്നവർക്ക് റിയാക്ട് ചെയ്യാൻ, ട്രോളുന്നവർക്ക് ട്രോളാം. ഈ ട്രോളിന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാണ് ഇവിടെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇപ്പം ഈ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അവൾ നെഗറ്റീവ് പബ്ലിസിറ്റി അടിക്കുന്ന ആൾക്കാർക്കെതിരെ അധികം കളിക്കാൻ നിൽക്കാത്തത്. ബിക്കോസ് നെഗറ്റീവ് ഇല്ലെങ്കിൽ പിന്നെ ഇവളെ ആരറിയാൻ, റീച്ച് ആവാൻ? കുറച്ച് ഫാൻസ് മാത്രമേ ഉള്ളൂ. ഫാൻസിന്റെ ഒക്കെ ഒരു രീതി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചേട്ടായി ഞാൻ ആദ്യമേ രണസുന്ദയുടെ ഫാനായിരുന്നു, കടുത്ത ആരാധികയായിരുന്നു. പക്ഷെ ഇവള് ബിഗ് ബോസിൽ നിന്ന് മനഃപൂർവ്വം ഇവള് ഇങ്ങനെ കള്ളമടിച്ച് പുറത്തിറങ്ങി വന്നു വെച്ച് വല്ല അമ്പിളാരും തോളെ കയറി ലിപ്പടിക്കുക. ഇവർക്ക് അസുഖം വേറെയാണ്, അതുകൊണ്ട് ഞാൻ അവളുടെ ഫാനല്ല. ചേട്ടൻ അന്ന് പറഞ്ഞത് ഞാൻ യോജിക്കുന്നത്. എത്ര പേര് കമന്റ്സ് ചെയ്യുന്നറിയാം പെൺപിള്ളേർ പേഴ്സണൽ ബോക്സിൽ. സീരിയസ്ലി ട്രസ്റ്റ് മീ, ഗോഡ് പ്രോമിസ്, ഞാൻ ഉള്ള കാര്യം പറയുന്നത്. പിന്നെ ഇപ്പോഴും മാറാത്തതെന്ന് പറഞ്ഞാൽ ഇവളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ്. അതിപ്പോ പൊഴിഞ്ഞു ആൾക്കാരാണ്. ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ഇവളെ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2-3 കമന്റ്സാ വരുന്നത്. ബാക്കി കംപ്ലീറ്റ് ആ കമന്റ് ബോക്സ് നിറച്ച് ഇവളെ വാരിപ്പറക്കി വിലക്കുവാണ്. എനിവേ, നീ ഇവിടെ ദുബായിൽ വന്നേച്ച് മറ്റേ ആ ഉത്സവപ്പറമ്പിലെ ഡാൻസ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ഏത് മൈഗുണനാണെന്ന് അറിയത്തില്ല ഇവിടുത്തെ. ഷെയർ ദിസ് വീഡിയോ പേജും കൂടെ ഫോളോ ചെയ്യുക. കൂടുതൽ റിയാക്ഷൻ ട്രോൾസ് വീഡിയോസ് കിട്ടും. പിന്നെ രണസുനയുടെ ഫാൻസിന് കുരു പൊട്ടിട്ട് ഇവിടെ വന്നിട്ട് മെഴുകാൻ നിൽക്കണ്ട. ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾ മെഴുകിയിട്ട് വേണേ പോയിക്കോ. ഓക്കെ.